എന്നിട്ടോ ഒരു മൗലവി പ്രസംഗത്തിൽ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഞാൻ പറഞ്ഞത് മനുഷ്യരൂപത്തിൽ ജിന്ന് പോകുന്ന, അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും, അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തൈകത്താരോട് ശൈഖ് വലിയ കഹാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, ജിന്ന് വെച്ചിക്കാണ്. ഒരു മൗലവി പറഞ്ഞു മനുഷ്യൻ തന്നെ ആള് മാറിപ്പോവും. ഹാജരാവാൻ തന്നെ ഹാജരാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. ഇങ്ങനെ ജിന്ന് മനുഷ്യനിലങ്ങട്ട് ഹാജരായാല് മനുഷ്യൻ തന്നെ വേറൊരാളായിട്ട് മാറിപ്പോകും. ഉദാഹരണം പറഞ്ഞാല് എ.പി. അബ്ദുൽ ഖാദർ മൗലവിന്റെ ശരീരത്തിൽ ജിന്ന് കയറുക, പിന്നെ എ.പി. അബ്ദുൽ ഖാദർ മൗലവി എല്ലായാണ് വേറൊരാളെ മാറിപ്പോയി. ഇങ്ങനെ ആള് തന്നെ മാറിപ്പോവും. ഈ മൗലവിമാര് പ്രസംഗിച്ചപ്പോ ചില ആളുകള് മാവിനെറിയലുണ്ട്. മാവിനെറിഞ്ഞപ്പോ സാധാരണ എല്ലാവരും എറിയുന്ന വേണ്ടിട്ട് എറിഞ്ഞതാണ്. അപ്പൊ എറിഞ്ഞപ്പോ മാങ്ങക്ക് കൊണ്ട് മാങ്ങ വീഴുണ്ട്. ഒരു മൗലവി എറിഞ്ഞപ്പോ എന്താ കഴിയോ? അതിന്റെ തലായിന്റെ അപ്പുറമായി പോയി ഏറ്. എറിഞ്ഞത് മാവിന്റെ അപ്പുറമായി പോയി ഏറ്. ഇതുപോലെ ജിന്നിനെ സംബന്ധിച്ച് നമ്മൾ കിതാബ് നോക്കി പഠിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് വിവരമില്ലാത്ത മൗലവിമാര് പറഞ്ഞപ്പോ എന്തായി? ഏറ് തലന്റെ അപ്പുറമായി പോയി. മൗലവി പറഞ്ഞെന്താണ്? ജിന്ന് മനുഷ്യന്റെ ഹാജരായാൽ മനുഷ്യൻ തന്നെ മറ്റൊരാളായി മാറൂന്നാ പറഞ്ഞത്. അങ്ങനെയായ കഥ കഴിഞ്ഞില്ലേ മൗലവി? വേറൊരാളായിട്ട് നമ്മളങ്ങ് മാറിപ്പോവാന്ന് പറഞ്ഞാല് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? 1000 റുപ്യ ഒരാൾക്ക് കരം കൊടുത്ത് കുറച്ച് സമയം അയാൾ മാറിപ്പോയി. 1000 പോയി. പ്ലസ്അപ്പ് ചെയ്ത് തരാൻ തന്നെ അഡ്വാൻസ് വാങ്ങി, ഒരു 10 ലക്ഷം അഡ്വാൻസ് വാങ്ങി, 1 ലക്ഷം 10 ലക്ഷം അഡ്വാൻസ് വാങ്ങി, ഒരു 50 ലക്ഷത്തിന്റെ സാധനവും കുറച്ച് സമയം ജിന്നയാളെ ആളങ്ങ് മാറിപ്പോയി. പിന്നെ ഇവിടെ ലോകം തോന്നേ ഈ പരമ വിഡിത്തം നിങ്ങൾ മൗലവി പ്രസംഗിച്ചതിന് ഞാൻ കുണ്ടോട്ടിന് ചോദ്യം ചെയ്തു. മൗലവിമാർക്ക് എന്തെങ്കിലും മുഖ് വേണ്ടേ? ഇത് മൗലവിമാർക്ക് ഇത് മനസ്സിലായില്ല. ഞാനെന്താ മനസ്സിലായില്ല. ഇപ്പൊ മൗലവി ഇവിടുന്ന് ക്ലിപ്പ് വെക്കുന്നത് എന്ത്? പേരോട് നേരത്തെ പറഞ്ഞ് ജിന്ന് പേരോടിന്റെ കോലത്തിൽ ചെക്കിയാട്ട് പോയതാണ്. കൊണ്ടാട്ടിന്ന് പേരോട് പറയുന്നത് എന്ത്? അങ്ങനെ ജിന്ന് മനുഷ്യക്കോലത്തിലൊന്നും പോലാന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നു എന്ന് വെച്ചിട്ടെടുക്കാൻ മൗലവിന്റെ ക്ലിപ്പ് വെക്കുന്നത്. എന്റെ ക്ലിപ്പിലുള്ളത് മൗലവി ശരിക്കും മനസ്സിലാക്കി വെക്കണം. വെറുതല്ല, കണ്ണും കാതും ഹൃദയവും അള്ള തന്നത് നോക്കാനും കാണാനും ചിന്തിക്കാനും വേണ്ടി. എന്റെ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞെന്താണ്? മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറെ ഒരാളാക്കി മാറ്റൂന്ന് ഉദാഹരണം പോലെ പറയുന്നു. ഇത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റൂ. ഇത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റൂ. ഇങ്ങനെ ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലവിമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും. നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മനുഷ്യന്റെ ആള് മാറിപ്പോകും. ഞാൻ പറഞ്ഞത് ഒരാളുടെ രൂപത്തിൽ ജിന്ന് പോകും. മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. ഇതുപോലെ ഒരു ഒറിജിനൽ സാധനം, ഇതിനൊരു ഫോട്ടോ കോപ്പി ഇതുപോലെ തന്നെ ഉണ്ട്. ഇതുപോലെ മനുഷ്യന്റെ ഒരു ഫോട്ടോ കോപ്പി മാതിരി ജിന്ന് പോകുന്ന, അല്ലാതെ ഈ ഒറിജിനൽ സാധനം മാറുന്നല്ല. നിങ്ങൾ പറഞ്ഞോ ഈ ഒറിജിനൽ എന്ന് മാറിപ്പോവും. എങ്ങനെയാ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് രണ്ടും രണ്ടാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. അത് ഇല്ലാത്തതിന് ഉത്തരവാദി ഞാനല്ല.